കോഴിക്കോട് എരഞ്ഞിപ്പാലത്തെ ലോഡ്ജിൽ യുവതിയെ കഴുത്തുഞെരിച്ച് കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയെ ലോഡ്ജിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി പോലീസ്. മലപ്പുറം വെട്ടത്തൂർ സ്വദേശിനി ഫസീലയാണ് നവംബർ 24-ന് എരഞ്ഞിപ്പാലത്തെ ലോഡ്ജിൽ വച്ച് തിരുവല്ലാമല സ്വദേശി മുഹമ്മദ് സനൂഫ് കഴുത്തുഞെരിച്ച് കൊലപ്പെടുത്തിയത്. കൊലപാതകം നടന്ന് 4 ദിവസത്തിന് ശേഷം ചെന്നൈയിൽ വച്ചാണ് സനൂപിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ മാസം 26-നാണ് മലപ്പുറം വെട്ടത്തൂർ സ്വദേശി ഫസീലയെ എരഞ്ഞിപ്പാലത്തെ ലോഡ്ജിൽ സുഹൃത്തായ പ്രതി സനൂഫ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയത്. ഫസീല മുൻപ് നൽകിയ പീഡന പരാതി സംസാരിച്ച് ഒത്തുതീർപ്പാക്കാനാണ് രണ്ടുപേരും ഒരുമിച്ച് ലോഡ്ജിൽ മുറിയെടുത്തതെന്ന് സനൂഫ് പോലീസിനോട് പറഞ്ഞിരുന്നു. ഇരുവരുടെയും സംസാരത്തിനിടെ വാക്കേറ്റമുണ്ടാവുകയും യുവതി ബഹളം വെച്ചപ്പോൾ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തുകയുമായിരുന്നു. സംഭവത്തെ തുടർന്ന് ഒളിവിൽ പോയ ഇയാൾ ചെന്നൈ ആവടിയിലെ ഒരു ലോഡ്ജ് മുറിയിൽ വെച്ചാണ് അന്വേഷണ സംഘത്തിന്റെ പിടിയിലായത്. പാലക്കാട്ട് നിന്ന് ട്രെയിൻ മാർഗം ബംഗളൂരിലെത്തിയ സനൂഫ പോലീസ് പിന്തുടരുന്നുണ്ടെന്ന് മനസ്സിലാക്കി അവിടെ നിന്നും ചെന്നൈയിലേക്ക് മാറുകയായിരുന്നു. പോലീസിനെ കബളിപ്പിക്കാൻ മീശ വടിച്ചും ഷർട്ടുകൾ ഇടയ്ക്കിടയ്ക്ക് മാറ്റിയുമായിരുന്നു യാത്ര ചെയ്തത്. നേരത്തെ ഉപയോഗിച്ചിരുന്ന മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത കർണാടകയിൽ നിന്നെടുത്ത സിം കാർഡും ഉപയോഗിക്കാൻ തുടങ്ങി. അതിൽ നിന്ന് പ്രതി ഒരാളെ വിളിച്ചതോടെയാണ് ഇയാളുടെ നീക്കങ്ങൾ പോലീസ് മനസ്സിലാക്കി അറസ്റ്റ് ചെയ്തത്. 5 ദിവസത്തേക്കാണ് പ്രതിയെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടിട്ടുള്ളത്. അടുത്ത ദിവസം ഇയാളുമായി ബംഗളൂരിലും ചെന്നൈയിലും ഒളിവിൽ താമസിച്ച ലോഡ്ജിലും എത്തിച്ച് തെളിവെടുപ്പ് നടത്തും. ഫസീല നേരത്തെ അബ്ദുൾ സനൂഫിനെതിരെ നൽകിയ പീഡന പരാതിയിൽ അബ്ദുൾ സനൂഫ് തടവ് ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട്. തിരുവില്ലാമല സ്വദേശിയാണ് അബ്ദുൾ സനൂഫ മുൻപ് ബസ് ഡ്രൈവറായി ജോലി ചെയ്ത സമയത്താണ് യുവതിയുമായി പരിചയത്തിലാകുന്നത്. ജനം, കോഴിക്കോട്.